നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ചയിലേക്കാണല്ലോ നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഉത്ഥിതനായ യേശുക്രിസ്തു പല സന്ദർഭങ്ങളിൽ പല സ്ഥലത്ത് വെച്ച് അനേകം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടതായി ഇതിനോടകം നാം കണ്ടു കഴിഞ്ഞു. തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഗലീലയിൽ ഒരുമിച്ച് കൂടുവീൻ എന്ന്. അവർ അവിടെ സമ്മേളിച്ചപ്പോൾ യേശു തൻ്റെ അവസാനത്തെ ഇൻസ്ട്രക്ഷൻസ് അവരോട് പറയുകയാണ്. ഹിസ് ഫൈനൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റീഅഷ്വറൻസ്. അവരെ ധൈര്യപ്പെടുത്തുകയാണ്, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. യേശുക്രിസ്തു തൻ്റെ ശക്തി അധികാരങ്ങൾ, തൻ്റെ പരമാധികാരം അവരെ അറിയിക്കുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക, സകല ജാതികളോടും ഈ സുവിശേഷം പ്രഘോഷിക്കുക. എന്തിനാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ഞാൻ എന്താണ് മാനവരാശിക്ക് വേണ്ടി ചെയ്തത്, അത് നിങ്ങൾ സകല ജാതികളോടും സുവിശേഷിക്കുക. ഞാൻ പഠിപ്പിച്ചതൊക്കെയും അവരെയും പഠിപ്പിക്കുക, അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. ഇക്കാര്യമെല്ലാം യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു. വലിയൊരു അഷ്വറൻസാണ് യേശുക്രിസ്തു അവർക്ക് കൊടുത്തത്. അവരെ ധൈര്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. നാം ഈ വേദഭാഗമാണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 16 to 20. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. യേശുവിനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ഫൈനൽ ഇൻസ്ട്രക്ഷൻസാണ്. ഇതിന് ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് പറയുന്നത്, മഹാനിയോഗം. യേശുക്രിസ്തു ശിഷ്യന്മാരെ നിയോഗിച്ച് അയക്കുകയാണ്. അവർക്ക് ചെയ്യേണ്ടതായ ദൗത്യം അവരോട് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നു. ജാതികളെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയാത്തവരെ അവരുടെ അവസ്ഥയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ പറയുകയാണ്. അതായത് മാനവരാശി എപ്രകാരമാണോ തങ്ങളുടെ ജീവിത രീതി കൊണ്ടും അവരുടേതായ ലൗകികമായ സ്വഭാവങ്ങൾ കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്ന് അന്ധകാരത്തിൽ കഴിയുന്നത്, അവർക്ക് മാനസാന്തരം ആവശ്യമാണ്. അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ അവരുടെ മനസ്സിന് ലഭിക്കുന്ന രൂപാന്തരം,
അവർ വെളിച്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ, സത്യത്തെ തിരിച്ചറിയുമ്പോൾ, സത്യദൈവത്തെ മനസ്സിലാക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിന് രൂപാന്തരം വരും. അങ്ങനെ സ്വഭാവം രൂപാന്തരപ്പെടുമ്പോൾ അവർ സത്യദൈവത്തെ മനസ്സിലാക്കും. പ്രകാശത്തിലേക്കാണ് അവർ കടന്നു വരുന്നത്. അവർ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകും. ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുകയാണ് ചെയ്യുന്നത്. മാനവരാശിയുടെ പാപപരിഹാരത്തിനായിരുന്നു യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മർത്യകുലത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ. ദൈവരാജ്യത്തെപ്പറ്റി യേശുക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ അന്വേഷിച്ച് നടന്ന ആ ദൈവത്തിൻ്റെ വെളിപ്പാടാണ് യേശുക്രിസ്തുവിലൂടെ സാധ്യമായത്. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ യേശുക്രിസ്തു ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഇതേ ദൗത്യവുമായിട്ടാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതും. യേശുക്രിസ്തു പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഈ ദൈവരാജ്യം പ്രഘോഷിക്കുവേൻ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ദൈവരാജ്യം പ്രഘോഷിക്കുന്നിടത്തൊക്കെയും ഞാനാണ് പ്രവർത്തിക്കുന്നത്. ഈ ധൈര്യത്തിലാണ് ശിഷ്യന്മാർ ഭൂലോകമൊക്കെയും സുവിശേഷം പ്രസംഗിച്ചത്. When they arrive somewhere, Jesus arrives. Light shines, power radiates, healing emanates. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം സംഭവിക്കുന്നത് മഹാത്ഭുതങ്ങളാണ്. അവിടെ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറിയോടുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തുള്ളവർ കുതിച്ചു ചാടുന്നു, കുരുടന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് മൂലമാണ്. പ്രിയ സഹോദരങ്ങളെ, ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന്. ഈ പ്രക്രിയ എപ്പോൾ വരെ തുടരണം? നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് വരെയും തുടരണം. ഇന്ന് നാം ഈ കാണുന്ന ലോകത്തിൻ്റെ അവസാനം വരെ തുടരണം. In 2 Peter chapter 3 verse 10 the Holy Bible says, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. Again, in St. Matthew chapter 24 verse 14 we see, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനമുണ്ടാകും. And the good news about the kingdom will be preached throughout the whole world as a testimony to all the nations, and then will come the end. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു, ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. So you should realize that this salvation from God is available to the Gentiles too, and they will accept it. ഈ മഹാനിയോഗം
ദിസ് ഗ്രേറ്റ് കമ്മീഷൻ നാം ഏറ്റെടുക്കുമോ? നാം പോകുമോ? Go make of all disciples, hear the call of God that comes from you, our Father, in your eternal word. Inspire our ways of learning through earnest fervent prayer, and let our daily living reveal you everywhere. Go make of all disciples, baptizing in the name of Father, Son, and Spirit, from age to age the same. We call each new disciple to follow you, Lord, redeeming soul and body by water and the word. Go make of all disciples, we at your feet would stay until